നിങ്ങളിപ്പോൾ ഇരിക്കുന്ന കസേര മുതൽ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വരെ എല്ലാം ഊർജ്ജമാണ്. ഊർജ്ജം മാത്രമാണ് ഇവിടെയുള്ളത്. ഊർജ്ജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ. നിലവിലുള്ളതിനെ രൂപാന്തരപ്പെടുത്താനും വഴിതിരിച്ചുവിടാനും മാത്രമേ നമുക്ക് സാധിക്കൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന വെറുമൊരു ശരീരം മാത്രമല്ല നിങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഊർജ്ജം കൊണ്ടാണ്. എല്ലാം ഊർജ്ജമായി സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. ഇതിനർത്ഥം ഊർജ്ജം അയക്കാനും സ്വീകരിക്കാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ്. അതുകൊണ്ട് അവസാനം വരെ കൂടെയുണ്ടാവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം സാക്ഷാത്കരിക്കുന്നതിനും നിങ്ങളുടെ നേട്ടത്തിനുമായി ഈ ശക്തമായ ശക്തിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും നമ്മൾ ഇന്ന് പര്യവേക്ഷണം ചെയ്യാൻ പോകുന്നു. അരിസ്റ്റോട്ടിൽ ജ്ഞാനപൂർവ്വം പറഞ്ഞതുപോലെ, മനസ്സിന്റെ ഊർജ്ജമാണ് ജീവിതത്തിന്റെ സത്ത. എല്ലാ ജീവജാലങ്ങളും സ്പന്ദിക്കുന്നു, ചലിക്കുന്നു. എല്ലാ നിറങ്ങളും ശബ്ദങ്ങളും ഒരു പ്രത്യേക ആവൃത്തിയിൽ സ്പന്ദിക്കുന്നു. ഒന്നും നിശ്ചലമായിരിക്കുന്നില്ല. ഈ ആവൃത്തികളിൽ പലതും പുരാതന ഈജിപ്തിൽ ഹെർമീസ് ട്രിസ്മെജിസ്റ്റസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാതന നിർമ്മിതികളിലെ ചില ഡിസൈനുകൾ യഥാർത്ഥത്തിൽ ശബ്ദതരംഗങ്ങളുടെ പാറ്റേണുകളാണ്. ആ നോട്ടുകൾ വായിക്കുമ്പോൾ അവ സംഗീതമായി മാറുന്നു. 432 ഹെർട്സ് ഫ്രീക്വൻസി സംഗീതത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വ്യത്യസ്ത ഹെർട്സുകൾ ഓരോന്നും അവരുടേതായ തനതായ സ്പന്ദനങ്ങൾ വഹിക്കുന്നു. ജീവിതം ഒരു സ്പന്ദനമാണ്. മനസ്സും പദാർത്ഥവും അങ്ങനെ തന്നെ. വൈദ്യുതി അല്ലെങ്കിൽ സ്പന്ദനം എന്നത് ഒരേ ഊർജ്ജമാണ്, ഒരേ ശക്തിയാണ്. നിങ്ങൾക്ക് അതിനെ ദൈവം എന്ന് വിളിക്കാം. എല്ലാ ശക്തികളും സ്പന്ദനമാണ്. കാരണം എല്ലാം വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിക്കുന്ന ഒരു കേന്ദ്ര സ്പന്ദനത്തിൽ നിന്നാണ് വരുന്നത്. ജീവൻ എന്നത് തന്നെ ഒരു സർഗാത്മക ശക്തിയാണ്, അല്ലെങ്കിൽ ദൈവമാണ്. മനുഷ്യരിലെ അതിന്റെ പ്രകടനം വൈദ്യുതപരമോ സ്പന്ദനാത്മകമോ ആണ്. വൈദ്യുതി എന്നത് പ്രവർത്തനത്തിലുള്ള ദൈവമാണ്. ഇത് കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നതിലൂടെ ശരീരം പുനരുജ്ജീവിപ്പിക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയുമായി ബന്ധപ്പെട്ട ഈ സർഗാത്മക ശക്തിയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവ് ഓരോ അണുവിലും സൃഷ്ടിക്കുന്നതിലൂടെ ഇവ മൂന്നും പുതുക്കപ്പെടുന്നു. ബുദ്ധൻ പറഞ്ഞു, മനസ്സിൽ ഉയരുന്നതെന്തും ശരീരത്തിൽ ഒരു അനുഭൂതിയായി പ്രവഹിക്കാൻ തുടങ്ങുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും വ്യത്യസ്ത ആവൃത്തികളിൽ സ്പന്ദിക്കുന്നു, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടെ. ഈ സ്പന്ദനങ്ങളുടെ തീവ്രതയും ആവൃത്തിയും ഓരോ വ്യക്തിക്കും അദ്വിതീയമാണ്. അവരുടെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി അത് വ്യത്യാസപ്പെടാം. നമ്മൾ നമ്മുടെ സ്വന്തം സ്പന്ദനങ്ങളുമായി പൊരുത്തപ്പെടുന്നു, പക്ഷേ ബാഹ്യമായോ ആന്തരികമായോ ഉള്ള ശക്തികളാൽ അവയെ സ്വാധീനിക്കാൻ കഴിയും. പ്രകൃതിയിലെ ഒരു ഏകീകൃത ശക്തിയാണ് സ്പന്ദനങ്ങൾ. കാരണം എല്ലാ ശക്തിയും സ്പന്ദനമാണ്. നമ്മുടെ മാനസികവും ശാരീരികവുമായ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന സ്പന്ദനങ്ങൾ നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്നു. ഇവയെ മൊത്തത്തിൽ ഓറ അല്ലെങ്കിൽ തേജസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ ഇന്ദ്രിയ അവയവവും വ്യത്യസ്തമായ ഒരു സ്പന്ദനത്തെ പ്രതിഫലിപ്പിക്കുന്നു. അസെൻഡഡ് മാസ്റ്റർ സെന്റ് ജെർമെയിനിന്റെ പഠിപ്പിക്കലുകളനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്പന്ദനവും ആവൃത്തിയും ഉയർത്തുക എന്നതാണ് ജീവിതത്തിന്റെ ഏത് മേഖലയെയും മാറ്റുന്നതിനുള്ള പ്രധാന വഴി. ഏത് രോഗവും സുഖപ്പെടുത്തുന്നതിനും സമൃദ്ധി നേടുന്നതിനും ഭൗതിക ശരീരത്തെ ഉയർന്ന തലത്തിലേക്ക് മാറ്റുന്നതിനും ഇത് സഹായിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് തീവ്രമായി അഭ്യർത്ഥിക്കുന്നു, പ്രപഞ്ചത്തോട്, ഈ അഖിലാണ്ടത്തോട് പ്രഖ്യാപിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഞാനാകുന്നു, 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 ഞാൻ ജീവനാകുന്നു, ഞാൻ ദൈവമാകുന്നു, ഞാനാകുന്നു. നിങ്ങളുടെ ഉള്ളിലെ അറിവ് നിങ്ങൾ ഉറപ്പിച്ചു പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്തുന്നു. ഞാനാകുന്നു എന്നതിന്റെ സ്പന്ദനം നിങ്ങളുടെ ഉള്ളിൽ തുടിക്കാൻ തുടങ്ങും. കാരണം ഒരു വ്യക്തിയുടെ സ്പന്ദനാവൃത്തി പ്രപഞ്ചത്തിന്റെ ഊർജ്ജവുമായി ഒരു അനുരണനം സൃഷ്ടിക്കുന്നു. ഇത് അവരുടെ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരത്തിന് സഹായിക്കുകയും ഉയർന്ന ബോധതലങ്ങളിലേക്ക് പ്രവേശിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. സ്വന്തം സ്പന്ദനവും ആവൃത്തിയും ഉയർത്തുന്നതിലൂടെ അവർക്ക് പ്രപഞ്ച ഊർജ്ജവുമായി യോജിക്കാൻ കഴിയും. ഇത് അവരുടെ ഉദ്ദേശ്യങ്ങൾക്ക് അനുസൃതമായി അവരുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. സ്പന്ദന ഊർജ്ജത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ മനുഷ്യ ശരീരത്തെ ഒരു സങ്കീർണമായ ക്വാണ്ടം ഭൗതികശാസ്ത്ര സംവിധാനമായി തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സ്പന്ദിക്കുന്ന ഊർജ്ജം കൊണ്ടാണ്. കോശങ്ങൾ മനുഷ്യരെ നിർമ്മിക്കുന്നു. കോശങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. ആറ്റങ്ങൾ കണികകളാൽ നിർമ്മിതമാണ്. ഇവ അടിസ്ഥാനപരമായി സാധ്യതകളുടെ തരംഗങ്ങളാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഭൂരിഭാഗം ഭൗതിക വസ്തുക്കളും യഥാർത്ഥത്തിൽ ശൂന്യമായ സ്ഥലത്താൽ നിർമ്മിതമാണ്. അടിസ്ഥാനപരമായി നമ്മൾ പിണ്ഡത്തേക്കാൾ കൂടുതൽ സ്പന്ദനമാണ്. അതിനാൽ സ്പന്ദന ഊർജ്ജത്താൽ നമ്മളെ പോസിറ്റീവായോ നെഗറ്റീവായോ സ്വാധീനിക്കാൻ കഴിയും. നമ്മുടെ നിലനിൽപ്പിന്റെ ഓരോ തലത്തിലും വ്യാപിച്ചു കിടക്കുന്ന അടിസ്ഥാന ശക്തിയാണ് ഊർജ്ജം. അത് ജീവിതത്തിന്റെ സത്തയാണ്. എല്ലാ പദാർത്ഥങ്ങൾക്കും അനുഭവങ്ങൾക്കും പിന്നിലെ ചാലകശക്തിയാണ്. നമ്മുടെ കഴിവുകളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനും സംതൃപ്തമായ ഒരു ജീവിതം സൃഷ്ടിക്കുന്നതിനും ഊർജ്ജത്തിന്റെ ശക്തി മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ ചിന്തകളുടെ പങ്ക് ചരിത്രത്തിലുടനീളം തത്വശാസ്ത്രത്തിൽ ഒരു പ്രധാന വിഷയമാണ്. വിവിധ തത്വചിന്തകർ മനസ്സും അത് കാണുന്ന ലോകവും തമ്മിലുള്ള അഗാധമായ ഇടപെടലിനെക്കുറിച്ച് പര്യവേക്ഷണം ചെയ്തിട്ടുണ്ട്. ഒരു വീക്ഷണമനുസരിച്ച് ചിന്തകൾ കാന്തങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്നു. അവയുടെ സ്പന്ദന ആവൃത്തിയുമായി യോജിക്കുന്ന അനുഭവങ്ങളെ ആകർഷിക്കുന്നു. പ്രശസ്ത തത്വചിന്തകനായ ഇമ്മാനുവൽ കാന്റ്
ആകർഷണ നിയമം എന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സ് അത് കാണുന്ന യാഥാർത്ഥ്യത്തെ സജീവമായി രൂപപ്പെടുത്തുന്നു എന്ന ആശയം പര്യവേക്ഷണം ചെയ്തു. നമ്മുടെ അനുഭവങ്ങളെ വ്യാഖ്യാനിക്കാനും അവയ്ക്ക് അർത്ഥം നൽകാനും നമ്മുടെ മാനസിക ചട്ടക്കൂടുകൾ ഒരു ലെൻസ് പോലെ വർത്തിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. ഈ വെളിച്ചത്തിൽ നമ്മുടെ ജീവിത യാഥാർത്ഥ്യം നിർമ്മിക്കുന്നതിൽ ചിന്തകൾ സജീവ പങ്കാളികളാണ്. പൗരസ്ത്യ തത്വചിന്തയും നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ ചിന്തകളുടെ ശക്തിക്ക് ഊന്നൽ നൽകുന്നു. പുരാതന ചൈനീസ് തത്വചിന്തകനായ ലാവോ ത്സു നിർദ്ദേശിച്ചത് പോസിറ്റീവും യോജിപ്പുള്ളതുമായ മാനസികാവസ്ഥ നിലനിർത്തുന്നതിലൂടെ വ്യക്തികൾക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ കൂടുതൽ ഫലപ്രദമായി നേരിടാനും നല്ല അനുഭവങ്ങളെ ആകർഷിക്കാനും കഴിയുമെന്നാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക, അവ വാക്കുകളാകുന്നു. നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുക, അവ പ്രവൃത്തികളാകുന്നു. നിങ്ങളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുക, അവ ശീലങ്ങളാകുന്നു. നിങ്ങളുടെ ശീലങ്ങളെ ശ്രദ്ധിക്കുക, അവ സ്വഭാവമാകുന്നു. നിങ്ങളുടെ സ്വഭാവത്തെ ശ്രദ്ധിക്കുക, അത് നിങ്ങളുടെ വിധിയാകുന്നു. ദൃഢപ്രതിജ്ഞകൾ, ദൃശ്യവൽക്കരണം, കൃതജ്ഞത എന്നിവയിലൂടെ പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കുന്നത് കൂടുതൽ സംതൃപ്തവും ലക്ഷ്യബോധമുള്ളതുമായ ജീവിതം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സജീവമായ ചുവടുവെപ്പാണ്. ജീൻ പോൾ സാർത്ര്, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ പ്രമുഖ തത്വചിന്തകരുടെ കൃതികളിൽ ഈ ടൂളുകൾക്ക് പിന്തുണ കാണാം. സാർത്രിന്റെ അസ്തിത്വവാദം വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിനും അർത്ഥശൂന്യമെന്ന് തോന്നുന്ന ഒരു പ്രപഞ്ചത്തിൽ അർത്ഥം കണ്ടെത്തുന്നതിനും ഊന്നൽ നൽകുന്നു. പോസിറ്റീവ് ചിന്തകളും വിശ്വാസങ്ങളും ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ദൃഢപ്രതിജ്ഞകൾ നമ്മുടെ യാഥാർത്ഥ്യത്തിന്റെ ആത്മനിഷ്ഠമായ അനുഭവം രൂപപ്പെടുത്തുന്നതിന് നമ്മുടെ അസ്തിത്വപരമായ സ്വാതന്ത്ര്യം ഉപയോഗിക്കണം എന്ന സാർത്രിന്റെ ആശയങ്ങളുമായി യോജിക്കുന്നു. അടിസ്ഥാനപരമായി സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു. നിങ്ങൾ ഒരു നിശ്ചിത തലത്തിലാണ് സ്പന്ദിക്കുന്നതെങ്കിൽ ആ സ്പന്ദന നിലയുമായി പൊരുത്തപ്പെടുന്ന ആളുകളെയും വസ്തുക്കളെയും അനുഭവങ്ങളെയും നിങ്ങൾ ആകർഷിക്കാൻ പോകുന്നു. നിങ്ങൾക്കൊരു പുതിയ കാർ വേണമെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ കാർ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലുള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് ദൃശ്യവൽക്കരിക്കാനും അനുഭവിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ പ്രപഞ്ചത്തിന് ആ സ്പന്ദനവുമായി നിങ്ങളെ യോജിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. നിങ്ങൾക്ക് ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതാണ് നിങ്ങൾ സ്പന്ദിക്കുന്ന തലം. പ്രപഞ്ചത്തിന് ആ സ്പന്ദനവുമായി പൊരുത്തപ്പെട്ടേ മതിയാകൂ. നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. അതുകൊണ്ടാണ് സ്വയം അവബോധം വളരെ പ്രധാനമായിരിക്കുന്നത്. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുകയാണ്. വ്യത്യസ്ത ചിന്തകൾക്കും വികാരങ്ങൾക്കും വ്യത്യസ്ത സ്പന്ദന ഊർജ്ജങ്ങൾ അല്ലെങ്കിൽ ആവൃത്തികളുണ്ട്. ഈ ചിന്തകളുടെയും വികാരങ്ങളുടെയും ഊർജ്ജം പലപ്പോഴും വാക്കുകളുടെ രൂപത്തിലാണ് നിലനിൽക്കുന്നത്. ഒരു വാക്ക് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതുപോലും ഒരു നിശ്ചിത ഊർജ്ജം പുറപ്പെടുവിക്കും. വാക്ക് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അത് ബോധത്തിലേക്ക് മാറ്റപ്പെടുന്നു. വാക്കിനെ ആശ്രയിച്ചും അത് ഏതു തരത്തിലുള്ള ഊർജ്ജം അല്ലെങ്കിൽ ആവൃത്തി സൃഷ്ടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചും സ്പന്ദനാവൃത്തിയുടെ നിലവാരത്തിന് ആ വാക്ക് ഏത് ബോധതലത്തിലാണ് നിലനിൽക്കുന്നതെന്ന് പറയാൻ കഴിയും. ഉദാഹരണത്തിന്, സ്നേഹം എന്ന വാക്ക് വെറുപ്പ് എന്ന വാക്കിനേക്കാൾ ഉയർന്ന സ്പന്ദനാവൃത്തി നിങ്ങളുടെ ബോധത്തിൽ സൃഷ്ടിക്കുന്നു. സമാധാനം എന്ന വാക്ക് ആശങ്ക എന്ന വാക്കിനേക്കാൾ ഉയർന്ന ഊർജ്ജ ആവൃത്തി സൃഷ്ടിക്കുന്നു. ദൈവത്തിന്റെ നാമം ഉച്ചരിക്കുന്നത് ഏറ്റവും ഉയർന്ന ഊർജ്ജ ആവൃത്തികളിലൊന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. അതേസമയം സാത്താന്റെ പേര് ചിന്തിക്കുന്നതുപോലും ഏറ്റവും കുറഞ്ഞ ഊർജ്ജ ആവൃത്തികളെ ഉണർത്തുന്നു. വികാരങ്ങൾക്കും ചിന്തകൾക്കും അദ്വിതീയമായ സ്പന്ദനങ്ങളുണ്ടെന്ന ധാരണ പ്ലാറ്റോയെപ്പോലുള്ള പുരാതന തത്വചിന്തകരുടെ കൃതികളിൽ വേരൂന്നിയതാണ്. ആത്മാവിന്റെ 3 ഭാഗങ്ങൾ പരസ്പരം വിരുദ്ധമാണ്. അവയുടെ പോരാട്ടമാണ് മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ വൈവിധ്യത്തിനും സങ്കീർണതയ്ക്കും കാരണം. പ്ലാറ്റോയുടെ ഈ ഉദ്ധരണി യുക്തി, ആത്മാവ്, ആഗ്രഹം എന്നിവ ഓരോന്നും അവയുടെ വ്യത്യസ്തമായ സ്വഭാവത്തോടും ആഗ്രഹങ്ങളോടും കൂടി നിരന്തരമായ ഇടപെടലിലാണെന്ന് സൂചിപ്പിക്കുന്നു. പോസിറ്റീവ് വികാരങ്ങളും ഉയർന്ന ഫ്രീക്വൻസി സ്പന്ദനങ്ങളും തമ്മിലുള്ള ബന്ധം അസ്തിത്വവാദിയായ ആൽബർട്ട് കാമുവിന്റെ തത്വചിന്താപരമായ ചിന്തകളുമായി സാമ്യം പുലർത്തുന്നു. ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇടയിലും വ്യക്തികൾ പ്രാധാന്യവും സന്തോഷവും തേടാൻ അദ്ദേഹത്തിന്റെ തത്വചിന്ത പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഉയർന്ന ഫ്രീക്വൻസി സ്പന്ദനങ്ങൾ പുറപ്പെടുവിക്കുന്ന പോസിറ്റീവ് വികാരങ്ങളുമായുള്ള കൂട്ടുകെട്ട് ഒരു അസ്തിത്വപരമായ വിപ്ലവമായി കാണാൻ കഴിയും. അർത്ഥശൂന്യതയ്ക്കിടയിലും ജീവിതത്തിൽ അർത്ഥവും പോസിറ്റിവിറ്റിയും സന്തോഷവും നിറയ്ക്കാനുള്ള സജീവമായ തീരുമാനമാണിത്. മറുവശത്ത് നെഗറ്റീവ് വികാരങ്ങളും കുറഞ്ഞ ഫ്രീക്വൻസി സ്പന്ദനങ്ങളും തമ്മിലുള്ള ബന്ധം സ്റ്റോയിസിസവുമായും പ്രത്യേകിച്ച് സെനേക്കയുടെ പഠിപ്പിക്കലുകളുമായും പ്രതിധ്വനിക്കുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുന്നതിൽ യുക്തി, പുണ്യം, ആന്തരിക സമാധാനം എന്നിവയുടെ പ്രാധാന്യത്തിന് സ്റ്റോയിസിസം ഊന്നൽ നൽകുന്നു. ബാഹ്യ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും വികാരങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും ആന്തരിക സമാധാനം വളർത്താനും സെനേക്ക വാദിച്ചു. നെഗറ്റീവ് വികാരങ്ങളുമായുള്ള ബന്ധം സ്റ്റോയിക് കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഒരാൾ നിലനിർത്താൻ ശ്രമിക്കേണ്ട സമാധാനത്തിനുള്ള അസ്വസ്ഥതകളായി കാണാം. പ്രശസ്ത ക്വാണ്ടം ഭൗതികശാസ്ത്രജ്ഞനായ ഡേവിഡ് ബോം ഇംപ്ലിക്കേറ്റ് ഓർഡർ എന്നൊരു സിദ്ധാന്തം മുന്നോട്ടുവച്ചു. ഇത് യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കുന്ന സ്പന്ദന ആവൃത്തികൾ എന്ന ആശയത്തിന് സമാന്തരമായ ഒന്നാണ്. ബോം പറയുന്നതനുസരിച്ച് യാഥാർത്ഥ്യം പരസ്പരം ബന്ധപ്പെട്ടതും മടക്കിവെക്കപ്പെട്ടതുമാണ്. ദൃശ്യമായ വശങ്ങൾ എന്നത് കാണാത്ത ക്രമങ്ങളുടെ പ്രകടനം മാത്രമാണ്.
എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചുള്ള ആകർഷകമായ ഉൾക്കാഴ്ച ബോമിന്റെ കൃതികൾ നൽകുന്നു. ചരിത്രത്തിലുടനീളം മനസ്സും ശരീരവും തമ്മിലുള്ള ശക്തമായ ബന്ധം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഉയർന്ന സ്പന്ദനങ്ങൾ അൺലോക്ക് ചെയ്യുന്നതിലും മൊത്തത്തിലുള്ള അസ്തിത്വം മെച്ചപ്പെടുത്തുന്നതിലും ശാരീരികക്ഷേമം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മാനസികവും ശാരീരികവുമായ അവസ്ഥകളുടെ പരസ്പരാശ്രിതത്വത്തെ ഈ സമഗ്രമായ സമീപനം അംഗീകരിക്കുന്നു. ശാരീരിക ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നതിലൂടെ ഒരാൾക്ക് ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് വഴിതുറക്കാൻ കഴിയും. ഒന്നാമതായി, ഭക്ഷണം. മികച്ച ശാരീരിക പ്രവർത്തനത്തിനും നിലനിൽക്കുന്ന ഊർജ്ജത്തിനും സമീകൃതവും പോഷകസമൃദ്ധവുമായ ഭക്ഷണം ഉയർന്ന സ്പന്ദനങ്ങൾ തേടുന്നതിൽ നിർണായകമായ മറ്റൊരു ഘടകമാണ്. ഭക്ഷണം കഴിക്കുന്നത് വെറുമൊരു ദിനചര്യയായി കാണാതെ ശരീരത്തിന്റെ ഊർജ്ജനിലയെ ബാധിക്കുന്ന ഒരു ബോധപൂർവമായ തെരഞ്ഞെടുപ്പായി കാണേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായി, വിശ്രമവും ഉറക്കവും. ഉയർന്ന സ്പന്ദന ഊർജ്ജനില നിലനിർത്തുന്നത് ശാരീരികവും മാനസികവുമായ പ്രവർത്തനത്തിന് നിർണായകമാണ്. ഈ അവസ്ഥ കൈവരിക്കുന്നതിൽ മതിയായ വിശ്രമവും അയവ് വരുത്തലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഉറക്കം ശരീരത്തിന്റെ സ്വാഭാവിക ചികിത്സകനാണ്. ഈ സമയത്താണ് ശരീരം സ്വയം നന്നാക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നത്. അനുദിന ജീവിതത്തിൽ ശ്രദ്ധാപൂർവമായ ശീലങ്ങൾ, ഹോബികൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് വിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ബോധപൂർവമായ പ്രവൃത്തികളാണ്. കിഴക്കൻ ആശയമായ ചി അല്ലെങ്കിൽ പ്രാണൻ എന്നതുപോലെ ഊർജ്ജം ശരീരത്തിലൂടെ തടസ്സമില്ലാതെ ഒഴുകാൻ അനുവദിക്കുക എന്നതാണ് ഈ പരിശീലനങ്ങളുടെ കാതൽ. അവശിഷ്ടങ്ങൾ തടസ്സപ്പെടുത്താതെ സുഗമമായി ഒഴുകുന്ന ഒരു നദിയെ ഇതിന് ഉദാഹരണമായി കാണാം. മനസ്സിനെയും ശരീരത്തെയും ഇണക്കാനുള്ള ഒരു സമഗ്രമായ സമീപനമാണിത്. വ്യായാമം, പോഷകാഹാരം, വിശ്രമം എന്നിവയിൽ ബോധപൂർവം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിൽ നിക്ഷേപിക്കുക മാത്രമല്ല, നിങ്ങളുടെ അസ്തിത്വത്തിന്റെ മൊത്തത്തിലുള്ള ആവൃത്തി ഉയർത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആവൃത്തി ഉയർത്താൻ നിരവധി ടൂളുകൾ ലഭ്യമാണ്. 1. ധ്യാനം. മനസ്സിനെ ശാന്തമാക്കാനും ശാന്തമായ ഒരു മാനസിക ഇടം സൃഷ്ടിക്കാനും വ്യക്തികളെ പ്രാപ്തരാക്കുന്ന ഒരു പുരാതന പരിശീലനമാണിത്. സമ്മർദ്ദം കുറയ്ക്കുന്നതിലൂടെയും ആന്തരികവുമായുള്ള ബന്ധം വളർത്തുന്നതിലൂടെയും ധ്യാനം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അനന്തമായ ഊർജ്ജ സ്രോതസ്സിലേക്ക് ടാപ്പ് ചെയ്യുന്നതിനുള്ള ഒരു കവാടമായി മാറുന്നു. 2. ഊർജ്ജ ചികിത്സ. റെയ്ഗി, അക്യുപങ്ചർ, സൗണ്ട് ഹീലിംഗ് തുടങ്ങിയ രീതികൾ സ്പന്ദന ആവൃത്തി ഉയർത്താനുള്ള മറ്റൊരു മാർഗമാണ്. നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന സൂക്ഷ്മമായ ഊർജ്ജങ്ങളെ ഈ രീതികൾ തിരിച്ചറിയുകയും തടസ്സങ്ങൾ നീക്കാനും ഊർജ്ജ കേന്ദ്രങ്ങളുടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാനും നമ്മുടെ സ്പന്ദന ആവൃത്തി ഉയർത്താനുമുള്ള സാങ്കേതികവിദ്യകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. 3. ദൃഢപ്രതിജ്ഞകളും ദൃശ്യവൽക്കരണവും. ഉപബോധ മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ശക്തമായ ഉപകരണങ്ങളാണിവ. ഒരു വ്യക്തിയുടെ സ്പന്ദന ആവൃത്തിയിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ മനസ്സിന്റെ ശക്തിയെ ഇവ ഉപയോഗപ്പെടുത്തുന്നു. പോസിറ്റീവ് ദൃഢപ്രതിജ്ഞകളുടെ പരിശീലനം വ്യക്തികളെ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ഉദ്ദേശ്യങ്ങളുമായി വിന്യസിക്കാൻ സഹായിക്കുന്നു. ആഗ്രഹിച്ച ഫലങ്ങൾ ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് ഈ പ്രക്രിയയെ കൂടുതൽ മെച്ചപ്പെടുത്താനും അവരുടെ ഉപബോധ മനസ്സിൽ പോസിറ്റീവ് മാറ്റത്തിന് വഴിയൊരുക്കാനും കഴിയും. 4. പ്രകൃതിയുമായുള്ള ബന്ധം. പ്രകൃതിയിൽ അന്തർലീനമായ ഉയർന്ന സ്പന്ദനങ്ങൾ ആഗിരണം ചെയ്യാൻ ഇത് വ്യക്തികളെ അനുവദിക്കുന്നു. ഹൈക്കിംഗ്, പാർക്കിലൂടെ നടക്കുക, അല്ലെങ്കിൽ ഒരു മരച്ചുവട്ടിലിരിക്കുക തുടങ്ങിയ ലളിതമായ കാര്യങ്ങളിലൂടെ ഇത് നേടാനാകും. നിങ്ങളുടെ സ്പന്ദനം ഉയർത്തുക എന്ന ആശയം വെറുമൊരു ഒറ്റത്തവണ പരിശീലനമല്ല, അതൊരു ജീവിതരീതിയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഊർജ്ജത്തിന്റെ ശക്തിയെ ഉൾക്കൊള്ളുന്നതിലൂടെ നമ്മുടെ പൂർണ്ണമായ കഴിവുകൾ അൺലോക്ക് ചെയ്യാനും നമ്മുടെ ഏറ്റവും ഉയർന്ന അഭിലാഷങ്ങളുമായി യോജിക്കുന്ന ഒരു യാഥാർത്ഥ്യം സൃഷ്ടിക്കാനും നമുക്ക് കഴിയും. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഊർജ്ജത്തിന്റെ ശക്തി ഉപയോഗപ്പെടുത്തുന്നതിന് ലളിതവും എന്നാൽ ഫലപ്രദവുമായ ചില ഘട്ടങ്ങൾ നിങ്ങൾക്ക് പിന്തുടരാം. ഒന്നാമതായി, കൃതജ്ഞത ശീലിക്കുക. നന്ദിയുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുക. ഇത് നമ്മുടെ സ്പന്ദനങ്ങളെ ഉയർത്തുകയും നന്ദി പറയാൻ കൂടുതൽ കാര്യങ്ങളെ ആകർഷിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, ശ്രദ്ധാപൂർവമായ ജീവിതം. വർത്തമാന നിമിഷത്തിൽ ജീവിക്കുകയും നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും പൂർണ്ണമായി ഏർപ്പെടുകയും ചെയ്യുന്നത് നിങ്ങളുടെ സ്പന്ദനങ്ങളെ ഉയർത്തുന്നു. അവസാനമായി, പോസിറ്റീവ് ഊർജ്ജം കൊണ്ട് ചുറ്റപ്പെടുക. നിങ്ങളെ ഉയർത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവയാൽ ചുറ്റപ്പെടുക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതും നിങ്ങൾക്ക് ജീവനുള്ളതായി തോന്നുന്നതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഈ ഘട്ടങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ ജീവിത നിലവാരവും മൊത്തത്തിലുള്ള ക്ഷേമവും ഗണ്യമായി മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ പിന്തുണ എനിക്ക് വളരെ വലുതാണ്. നിങ്ങൾ വീഡിയോ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത തവണ കാണുന്നതുവരെ ടേക്ക് കെയർ.